കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ആയിരിക്കുന്ന സമയമാണിത്. ഹൃദയത്തോട് സംസാരിക്കുകയും സംവദിക്കുകയും ചെയ്യേണ്ട സമയമാണിത്. നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും നൊമ്പരങ്ങളൊക്കെ ഹൃദയം അറിയുന്ന തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഇറക്കി വയ്ക്കാനുള്ള സ്വർഗീയ നിമിഷമാണ്. ഈശോയെ, ഇതാ ഞാൻ കടന്നു പോകുന്ന എൻ്റെ മനസ്സിൻ്റെ ജീവിതത്തിൻ്റെ ഭാരം ഞാൻ നിൻ്റെ മുമ്പിൽ ഇറക്കി വയ്ക്കുന്നു എന്ന് പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കട്ടെ. യെശയ്യാ പ്രവാചകൻ 55 അധ്യായം അതിൻ്റെ 6 മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്: കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടത്തെ വിളിക്കുവിൻ. കർത്താവ് അരികെയുള്ളപ്പോൾ അവിടത്തെ വിളിക്കാനാണ് പറയുന്നത്. ഇത്രയടുത്ത് ദൈവമുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നമ്മുടെ കണ്ണെത്തും ദൂരത്തും നമ്മുടെ നിലവിളിക്ക് കാതോർക്കാൻ പറ്റുന്ന അകലത്തിലും നമ്മുടെ കർത്താവ് എഴുന്നള്ളിയിരിക്കുന്ന സമയമാണ്. പക്ഷേ നമ്മുടെയൊക്കെ ഹൃദയം നിലവിളിക്കുന്നുണ്ടാകാം. നമ്മുടെയൊക്കെ മനസ്സ് വല്ലാതെ സങ്കടപ്പെട്ടും ഭാരപ്പെട്ടും ഒക്കെ ആയിരിക്കും നിൽക്കുന്നത്. ചില കൈപ്പേറിയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ഒക്കെ ആയിരിക്കാം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ 30 അധ്യായം അതിൻ്റെ 20 മുതലുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്: കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. ഒരു വാഗ്ദാനമാണ്. പക്ഷേ നീ ഇപ്പോൾ കടന്നു പോകുന്ന ചില കഷ്ടതയുടെ കാലഘട്ടങ്ങളിലാകാം, കണ്ണുനീരിൻ്റെ അനുഭവത്തിലാകാം, ഒത്തിരിയേറെ ക്ലേശങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടാകാം. പക്ഷെ വചനം പറയുന്നതന്നെ, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. ഇതാ ഈ കഷ്ടപ്പാടിൻ്റെയും ഈ വേദനയുടെയും ഈ കണ്ണുനീരിൻ്റെ അനുഭവത്തിലൊക്കെ നമ്മുടെ കണ്ണുകൾ നമ്മുടെ കർത്താവിനെ ദർശിക്കുകയാണ്. ഇതാണ് സുന്ദരമായ സമയം. ഇതാണ് ഏറ്റവും സ്വീകാര്യമായ സമയം. അനുഗ്രഹിക്കപ്പെടാൻ ജീവിതത്തിൽ ഏറ്റവും സമ്പന്നമായ നിമിഷമാണിത്. പ്രാർത്ഥിക്കാം, തമ്പുരാനെ എന്നെ എൻ്റെ കുടുംബത്തെയൊക്കെ ഈ നിമിഷങ്ങളിൽ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വേദനകളെയും സങ്കടങ്ങളെയൊക്കെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ കടന്നു പോകുന്ന മനസ്സിനെ, ജീവിതത്തെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന ഈ വിഷയത്തെ തമ്പുരാനെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ രണ്ടും തുറന്ന് യാചനാപൂർവം ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന സ്വരമുയർത്തി അതരം തുറന്ന് എല്ലാവരും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, കാരുണ്യവാനായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഈ രാത്രികാലം നിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുവാനും ലോകം മുഴുവന്റെ മേൽ നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ ഒരുമിച്ച് ചേർത്ത നിന്റെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ സങ്കടങ്ങളെ നീ കാണുന്നുണ്ടല്ലോ, ഞങ്ങളുടെ വേദനകൾ നീ മനസ്സിലാക്കുന്നല്ലോ, ഞങ്ങളുടെ ഹൃദയഭാരം നീ ഏറ്റെടുക്കുന്നല്ലോ. ഈശോയെ, ഞങ്ങൾ നന്ദി പറയുന്നു. ഈ സായാഹ്നം കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടതാക്കി നീ മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ വേദനകളെയും ഞങ്ങളുടെ രോഗങ്ങളെയും ഞങ്ങളുടെ തകർച്ചകളെയും ഞങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളെയും കർത്താവായ ഈശോയെ നീ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. നിങ്ങളുടെ പ്രതിസന്ധികളെ, തടസ്സങ്ങളെ, രോഗങ്ങളെ, തകർച്ചകളെ, ബാധ്യതകളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. കുടുംബത്തിൻ്റെ അവസ്ഥകളെല്ലാം ഉയർത്താം. തമ്പുരാനെ, നിന്റെ പറ്റാത്ത കരുണ
ഞങ്ങളുടെ മേൽ വർഷിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, 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 ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ തന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ തന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈ രാത്രികാലം നിന്റെ സാന്നിധ്യത്തിന് മുമ്പിലായിരുന്നു നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഗാനത്തോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളൊക്കെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് കർത്താവിൻ്റെ സ്നേഹ സാന്നിധ്യത്തിനും നമ്മളെ വിശുദ്ധീകരിക്കുന്ന വീണ്ടെടുക്കുന്ന കർത്താവിൻ്റെ നിത്യമായ കാരുണ്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് പാടി പ്രാർത്ഥിക്കാം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. പാടിക്കേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. കരങ്ങൾ രണ്ടും ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. സർവാരാധനയ്ക്കും യോഗ്യനായവനാണല്ലോ അങ്ങ്. ഇതാ ഈ സായാഹ്നത്തിൽ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, നിന്റെ നാമത്തിന് നന്ദി പറയുന്നു. കർത്താവേ, നിന്നെ ആരാധിക്കുന്ന ഈ മക്കളെ നീ ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കണമേ. നിന്നെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ തന്നെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, നിന്നെ ആരാധിക്കുന്ന ഈ വേളയിൽ തന്നെ ഇവർ നേരിടുന്ന തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവേ, നിന്നെ ആരാധിക്കുന്ന ഈ നിമിഷങ്ങളിൽ തന്നെ രോഗപീഠകൾ ഇവരിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ആത്മാവിലും സത്യത്തിലും നിന്നെ ആരാധിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, ഈശോയേ, ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ കർത്താവ് നിന്റെ അരികെയുള്ളപ്പോൾ നീ കർത്താവിനെ വിളിക്ക്. നിന്റെ കയ്യെത്തും ദൂരത്ത് നിന്റെ കർത്താവുണ്ടല്ലോ, നിന്റെ കണ്ണെത്തും ദൂരത്ത് നിന്റെ ദൈവമുണ്ടല്ലോ. നിന്റെ നിലവിളിക്ക് കാതോർക്കുന്ന അകലത്തിൽ നിന്റെ ഈശോയുണ്ടല്ലോ. ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന.
പാടി പ്രാർത്ഥിക്കാം. ശക്തമായി കരങ്ങളടിച്ച് സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, ബാധകൾ ഒഴിയും കോട്ടകൾ തകരും ആരാധനയിങ്കൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, ബാധകൾ ഒഴിയും കോട്ടകൾ ഒഴിയും ആരാധനയിങ്കൽ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഗീതം പാടിടാം, ഹല്ലേലൂയാ ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഗീതം പാടിടാം, ഹല്ലേലൂയാ ഗീതം പാടി ആരാധിച്ചിടാം. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. കരങ്ങൾ രണ്ടു ഉയർത്തി കർത്താവിനെ സ്തുതിച്ച്, കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഈ കുടുംബങ്ങൾക്കെതിരെ, ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുടുംബാംഗങ്ങൾക്കെതിരെ ചലിക്കുന്ന സകല പൈശാചിക ശക്തികള്, സർവ തിന്മയുടെ സ്വാധീനങ്ങള്, പാപത്തിലേക്കും അശുദ്ധിയിലേക്കും കർത്താവേ മക്കളെ തള്ളിയിടുന്ന സകല ജഡിക ദുരാത്മ സ്വാധീന വലയങ്ങള് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹങ്ങൾ തടസ്സപ്പെടാൻ തക്ക വിധത്തില് ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങള്, കുടുംബത്തിന്റെ സമാധാനം കടത്തുന്ന, കുടുംബത്തിന്റെ സന്തോഷം തല്ലി തകർക്കുന്ന, കർത്താവേ കുടുംബത്തിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഇല്ലാതാക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപകടങ്ങൾ വിതയ്ക്കുന്ന, അനർത്ഥങ്ങൾ കൊണ്ടുവരുന്ന കർത്താവേ, കുടുംബത്തിലും കുടുംബാംഗങ്ങളിലും നിരന്തരമായ രോഗപീഠകൾ സൃഷ്ടിക്കുന്ന, അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന സകല വൈശാചിക ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. വെളിപാട് 12:11 ശാസിക്കുന്നു, വിട്ടുമാറിപ്പോകട്ടെ. ഈ ആരാധന നിമിഷങ്ങളിൽ തന്നെ അത്ഭുതകരമായ വിടുതലുണ്ടാകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. കർത്താവേ, ദുശീലങ്ങളുടെ കെട്ടുകൾ അടിയട്ടെ, ദുശീലങ്ങളുടെ ബന്ധനങ്ങൾ അടിയട്ടെ, മദ്യപാനത്തിന്റെ കെട്ടടിയട്ടെ. കർത്താവേ, പുകവലിയുടെ കെട്ടടിയട്ടെ. സകല ദുശീലങ്ങളുടെയും ബന്ധനാവസ്ഥകൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജഡികപാപത്തിന്റെ അടിമത്തത്തിന്റെ ബന്ധനങ്ങൾ അടിയട്ടെ, ബന്ധനങ്ങൾ അടിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ ഈശോയേ, സ്വരമുയർത്തി സ്വരമുയർത്തി അധരം തുറന്ന് ഉച്ചത്തിൽ വിളിക്കുന്നു, ഈശോയേ. ഈ കുടുംബങ്ങളിൽ നിൽക്കുന്ന സകല വൈശാചിക ശക്തികളും സകല വൈശാചിക പീഡകളും ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വർഷങ്ങളായി ഈ കുടുംബാംഗങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സകല ദുഷ്ടശക്തികളും യേശുവിന്റെ നാമത്തിൽ ലൂക്കാ 9:1 വചനത്തിന്റെ അധികാരത്തിൽ കീഴടങ്ങട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കലഹത്തിന്റെ ബന്ധനങ്ങള്, ഭിന്നതയുടെ ബന്ധനങ്ങള്, അസ്വസ്ഥതകളുടെ ബന്ധനങ്ങള്, സാമ്പത്തിക തകർച്ചകളുടെ ബന്ധനങ്ങള്, എന്തു ചെയ്താലും ഫലമണിയാത്ത കുടുംബത്തിന്റെ ബാധ്യതയുടെ അവസ്ഥകള് യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, അഴിഞ്ഞു പോകട്ടെ. ഇപ്പോൾ തന്നെ സാമ്പത്തിക മേഖലയിലുള്ള സകല കെട്ടുകളും അഴിയട്ടെ, സകല ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ. അനുഗ്രഹിക്കപ്പെടാതെ നിൽക്കുന്നതിന്റെ പിന്നിലുള്ള എല്ലാ പൈശാചിക പീഡകളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. ഈശോയെ, അതിനെ തുറന്ന് വിളിച്ച ഈശോയെ, ഈശോ 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 ഈശോ.
ആരാധിക്കട്ടെ, ആരാധിക്കട്ടെ. കരങ്ങളടിച്ച് ഒരിക്കൽ കൂടി ശക്തമായി കർത്താവിനെ ആരാധിച്ച് പാടി പ്രാർത്ഥിക്കാം. സറാഫുകളോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് കർത്താവിനെ ആരാധിച്ച് പാടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ ഗീതം പാടിടാം. ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ ഗീതം പാടിടാം. ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ ഗീതം പാടിടാം. ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ, യേശുവേ ആരാധന. കരങ്ങൾ രണ്ടും ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. മാലാഖമാരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. വിശുദ്ധരോട് ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന സമയമാണ്. ഇത് കെട്ടുകൾ അടിയുന്ന സമയമാണ്. ഇത് ബന്ധനങ്ങളുടെ കോട്ടകൾ തകരുന്ന സമയമാണ്. ആരാധനയുടെ നിമിഷങ്ങളിൽ ജെറിക്കോ മതിലുകൾ തകർന്നു പോയില്ലേ കർത്താവേ? ഈ കുടുംബങ്ങൾക്കെതിരെ നിൽക്കുന്ന പാപത്തിന്റെ മതിലുകൾ തകരട്ടെ. തടസ്സത്തിന്റെ മതിലുകൾ തകർന്നു പോകട്ടെ. അസ്വസ്ഥതകളുടെ, അസമാധാനത്തിന്റെ സകല മതിൽക്കെട്ടുകളും ഇപ്പോൾ ഈ നിമിഷം തകർന്നു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ നിമിഷത്തിൽ തന്നെ, ഈ ആരാധനയുടെ ഈ നിമിഷത്തിൽ തന്നെ സ്വർഗത്തിന്റെ സഹായം ഈ മക്കളുടെ മേൽ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 ആരാധന. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചോ, കണ്ണുകൾ തുറന്നോ. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സ്നേഹം നമ്മളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒത്തിരി മക്കൾക്ക് ഒരു വിശ്വാസത്തിൻ്റെ ഒരു ധൈര്യം കർത്താവ് തരുന്നതായി സന്ദേശം ലഭിക്കുന്നുണ്ട്. കാരണം മനസ്സ് തളർന്നും ദുഃഖിച്ചും ഭാരപ്പെട്ടൊക്കെ ഇരുന്ന മക്കളെ കർത്താവ് ബലപ്പെടുത്തുന്നതായിട്ടുള്ള സന്ദേശം കർത്താവ് തരുന്നുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് തരുന്ന ധൈര്യമാണത്. അത് ഏറ്റെടുക്കുക. ജീവിതയാത്രകളിൽ തളർന്നു പോകാതിരിക്കാൻ, തകർന്നു പോകാതിരിക്കാൻ, വീണു പോകാതിരിക്കാൻ, ഇടറിപ്പോകാതിരിക്കാൻ കർത്താവിൻ്റെ സ്നേഹം, സാന്നിധ്യം തരുന്ന ധൈര്യമുണ്ട്. ആ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പസ്തോലന്മാർക്ക് ധൈര്യം കിട്ടാൻ വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചു. അപ്പസ്തോലന്മാർ പരസ്പരം ഈ ധൈര്യത്തിനായിട്ട് പ്രാർത്ഥിച്ചു. കർത്താവിതാ ഈ നിമിഷം ഈ മക്കൾക്ക്, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ധൈര്യം കിട്ടാനായിട്ട് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞെരുക്കങ്ങളുണ്ടാകുമ്പോൾ, അസ്വസ്ഥതകളുണ്ടാകുമ്പോൾ നഷ്ടധൈര്യരാകാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വചനത്തിൽ നാം വായിക്കുന്നില്ല, മക്കളെ, ഈ ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ എന്നാ ഈശോ പറഞ്ഞേ. ഈ ധൈര്യമാണ് നമുക്ക് വേണ്ടത്. ലോകത്തിൻ്റെ നടുവിൽ ലോകം അനുവദിക്കുന്ന ഞെരുക്കങ്ങളുടെ, അസ്വസ്ഥതകളുടെ, വേദനകളുടെ ഒക്കെ നടുവിൽ ധൈര്യമായിരിക്കാൻ നമുക്ക് പറ്റണം. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും ഈ അഭിഷേകം വേണം. കാരണം നമ്മുടെ ജീവിതയാത്രകളിൽ ഒത്തിരിയേറെ വേദനകളും ഞെരുക്കങ്ങളും സഹനങ്ങളും തെറ്റിദ്ധാരണകളും ഒറ്റപ്പെടലുകളും തിരസ്കരണ അനുഭവങ്ങളും മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളൊക്കെ നിരന്തരം ഏറ്റെടുക്കേണ്ടി വരുന്നവരാണ് നമ്മൾ. ഈ അനുഭവങ്ങളിൽ തളർന്നു പോകാതിരിക്കാൻ, തകർന്നു പോകാതിരിക്കാൻ കർത്താവ് നമുക്ക് തരുന്ന ധൈര്യം വേണം. ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, കാരണം ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് ധൈര്യം. ഈശോ കൂടെയുള്ളതാണ് ധൈര്യം. ലോകത്തെ കീഴ്പ്പെടുത്തിയവൻ നമ്മുടെ കൂടെയുള്ളതാണ് നമ്മുടെ ധൈര്യം. ഈ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങൾ മാറോട് തന്നെ ചേർന്നിരിക്കട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ഈ ധൈര്യം തരണമേ. ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യം ഇത് ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളുടെ നടുവിലും സമാധാനം നഷ്ടപ്പെടുത്താതെ, ആത്മീയ ആനന്ദം തല്ലിക്കെടുത്താതെ, വിശ്വാസത്തിൽ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ തുടരാനുള്ള ധൈര്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. കുടുംബാംഗങ്ങളെ ഓർത്ത് വല്ലാത്ത വേദനയും ഭാരവും ഒക്കെ മനസ്സിലുള്ളവർ ഇതിനകത്തുണ്ട്. ഈശോയോട് പറ, ഈ അനുഭവത്തിൻ്റെ നടുവിലും ഞങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ ധൈര്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അങ്ങനെ നിരാശകൾക്ക്, ആകുലതകൾക്ക്, അസ്വസ്ഥതകൾക്ക്, ഭയത്തിന്, ആത്മഹത്യാ പ്രവണതകൾക്ക് ഒന്നും അടിമപ്പെട്ടു പോകാതിരിക്കാൻ തമ്പുരാനെ ആത്മധൈര്യം തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ഈ ധൈര്യം കൊണ്ട് നിറയ്ക്കണമേ, ഒരഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. അപ്പസ്തോലന്മാർക്ക് വചനം പ്രഘോഷിക്കാനുള്ള ഒരു ധൈര്യം കൈവപ്പിലൂടെ നൽകിയതുപോലെ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മസംയമനത്തിൻ്റെയും ആത്മാവിനെ തന്നിട്ട് പറഞ്ഞു, സുവിശേഷം പ്രസംഗിക്കുന്നതിൽ നിങ്ങൾ ഭയപ്പെടരുത്. അത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ധൈര്യത്തിൻ്റെ ആത്മാവാണ്. കർത്താവേ, ഞങ്ങളിൽ ഈ ആത്മാവ് നിറയട്ടെ. ഈ ആത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളിൽ നിറയട്ടെ. അത് ധൈര്യമായിട്ട് ഞങ്ങളിൽ മാറട്ടെ. രോഗം വരുമ്പോൾ ധൈര്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ചില രോഗത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ മനസ്സ് തളർന്നു പോകാതിരിക്കാൻ, കർത്താവെ, കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ തമ്പുരാനെ ഞങ്ങൾക്ക് ധൈര്യം തരണം. ആത്മീയ ധൈര്യം തരണമേ, ആന്തരിക മനുഷ്യൻ്റെ ധൈര്യം തരണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമുക്ക് ഈ ധൈര്യം തരും. ആത്മാവിനെ വിളിച്ച്, പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഒരിക്കൽ കൂടി കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ, ഒത്തിരി വലിയ സ്വരമൊന്നും വേണ്ട, ഹൃദയം സ്തുതിക്കണം. അതുപോലെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. എന്നിട്ട് ഈശോയെ, എനിക്ക് ധൈര്യം തരണമേ, എനിക്ക് ധൈര്യം തരണമേ. എൻ്റെ അനുദിന ജീവിതത്തിൻ്റെ വേദനകളെ, പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് ധൈര്യം തരണമേ. വചനം പറയുന്നില്ലേ, കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കി അവൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാൻ നമുക്ക് സഹനശക്തി കൂടിയേ തീരൂ എന്ന ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ സഹനശക്തിയില്ലാതെ ദൈവഹിതം മനസ്സിലാക്കി അത് പൂർത്തിയാക്കാൻ പറ്റില്ല. ഇതൊരു ശക്തിയാണ്, ഇതൊരു ബലമാണ്, ദൈവം തരുന്നതാണ്. സഹിക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവിൽ നമുക്ക് കിട്ടുന്നതാണ്. കർത്താവേ, ഈ സഹനങ്ങളെ എടുക്കേണ്ടതുപോലെ എടുക്കാനുള്ള ഒരു കരുത്ത് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഈ ഒരു അഭിഷേകം നമ്മളിൽ നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടത് ഈ ഒരു അഭിഷേകമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് ഈ ഒരു ധൈര്യമാണ്. നമുക്ക് ഈ കാലഘട്ടത്തിൽ വേണ്ടത് ഈ സഹനത്തിൻ്റെ ശക്തിയാണ്. കർത്താവേ, അത് ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ഈ അഭിഷേകം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഏതാനും നിമിഷം താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവേ അഭിഷേകമായി നിറയട്ടെ. ധൈര്യം ഞങ്ങളിൽ വെളിപ്പെടട്ടെ, ശക്തി ഞങ്ങളിൽ നിറയട്ടെ. ആത്മധൈര്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈശോയെ ആരാധന 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 ആരാധന. നിന്റെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. ധൈര്യപ്പെടുത്തി ഈ മക്കളെ ആശ്വസിപ്പിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രാത്രിയുടെ യാമങ്ങളിൽ സുഖനിദ്രയില്ലാത്ത ഏതാനും മക്കൾ ഈ കൂട്ടായ്മയിലുണ്ട്. നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഈ മേഖലയിൽ കർത്താവ് വലിയ വിടുതൽ നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സുഖനിദ്ര നൽകി കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന സമയം കൂടിയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത രീതിയിൽ മനസ്സ് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിക്കൊണ്ടിരുന്ന മക്കളെ കർത്താവ് അവൻ്റെ സാന്നിധ്യ ശക്തി കൊണ്ട് ബലപ്പെടുത്തി നല്ല തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കൃപ നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ചില പാപത്തിൻ്റെ ബന്ധനങ്ങളെ വെറുത്തുപേക്ഷിക്കാൻ പറ്റാതിരുന്ന മക്കള് ഈ ശക്തി നിങ്ങളിൽ നിറയുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാനുള്ള കൃപ കർത്താവ് തന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവരാജ്യത്തിനും സുവിശേഷത്തെ പ്രതിയും തീരുമാനങ്ങൾ എടുക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഫലപ്പെടുത്തുന്ന സമയമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ 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 ഈശോയേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ധൈര്യം തരണമേ, ധൈര്യം തരണമേ, ആത്മധൈര്യം തരണമേ. ആത്മശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഈശോ 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 ഈശോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, കരങ്ങൾ മാറോട് ചേർത്ത് അളവില്ലാതെന്നിൽ നിറയണമേ. ഹൃദയം കൊണ്ട് ഏറ്റുപാടാം. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. ആമേൻ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. ഓ അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ബലപ്പെടുത്തണം. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാവരും മുട്ടുമേലായിരിക്കുന്നു. നമ്മൾ ചോദിച്ചതും നമ്മൾ യാചിച്ചതും നമുക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുക. നമ്മുടെ സ്വന്തമായിട്ട് മാറും. നമ്മൾ ചോദിച്ച നമ്മുടെ കർത്താവിനോടല്ലേ? ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും ഈശോയിലൂടെ നമുക്ക് വേണ്ടതെല്ലാം തരുമെന്ന് പറഞ്ഞവനോടല്ലേ നമ്മൾ ചോദിച്ചേ? വേണ്ടതെല്ലാം തരും. നിങ്ങൾ ചോദിച്ച നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചെറിയ വിഷയങ്ങളെ പ്രതിയും കർത്താവിന് വിചാരമുണ്ട്. നിങ്ങളുടെ പ്രശ്നം എത്ര വലുതാണെങ്കിലും ദൈവത്തിന് ആ വിഷയത്തിൽ ഇടപെടാൻ പറ്റും. ആ വിശ്വാസത്തോടെ നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെ ഈ നിമിഷം ദിവ്യകാരുണ്യത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. ആരോടും പറഞ്ഞിട്ടില്ലാത്ത, പങ്കുവെച്ചിട്ടില്ലാത്ത ചില സ്വകാര്യ ദുഃഖങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. കുറേ നാളുകളായിട്ടത് കൊണ്ട് നടക്കുന്നുണ്ടാകാം. ചിലപ്പോൾ വഞ്ചിക്കപ്പെട്ടതിൻ്റെയോ തിരസ്കരിക്കപ്പെട്ടതിൻ്റെയോ മനസ്സിലാക്കപ്പെടാതെ പോയതിൻ്റെയോ സ്നേഹം നിഷേധിക്കപ്പെട്ടതിൻ്റെ ഒക്കെ ഭാരമായിരിക്കാം. അവരാൻ്റെ സ്നേഹം നമ്മളെ പൊതിയുമ്പോഴാണ് ഈ അനുഭവങ്ങൾക്ക് സൗഖ്യമുണ്ടാകുക.
അല്ലാതെ മുറിവേറ്റ് കഴിയുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം. മുറിവിന് സൗഖ്യം കിട്ടാത്തത് കാരണം സ്വഭാവത്തിൽ വൈകല്യങ്ങൾ ഒക്കെ നമ്മളിൽ രൂപപ്പെട്ടിട്ടുണ്ടാകാം. അല്ലാതെ പൊട്ടിത്തെറിക്കുക, ദേഷ്യപ്പെടുക, ആരും ഉൾക്കൊള്ളാൻ പറ്റണില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്തിനും ഏതിനും കരയുക, നിരാശപ്പെടുക, ജീവിതത്തോട് പോലും മടുപ്പ് തോന്നുന്ന തീരുമാനങ്ങൾ എടുക്കുക. ഇതെല്ലാം മനസ്സിന് മുറിവേറ്റു എന്നതിൻ്റെ അടയാളങ്ങളും അതിന് സൗഖ്യം കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അനുഭവങ്ങളെല്ലാം, മുറിവേറ്റ എല്ലാ അനുഭവങ്ങളെയും തമ്പുരാൻ്റെ സ്നേഹത്തിൽ സൗഖ്യത്തിന് വേണ്ടിയും ഇപ്പോൾ പ്രാർത്ഥിക്കുക. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന സമയമാണ്. ഈ നിമിഷങ്ങളിൽ ഈ ആശീർവാദം നമുക്ക് സൗഖ്യം തരുന്ന ആശീർവാദമായിട്ട് മാറട്ടെ. ശരീരത്തിൻ്റെ സൗഖ്യം മാത്രമല്ലല്ലോ നമുക്ക് വേണ്ടത്. മനസ്സിനാഴമായി മുറിവേറ്റത്, ഇന്നും ക്ഷമിക്കാൻ പറ്റാത്ത, സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകളിലായിരിക്കുന്നവർ, എളിമപ്പെടാനോ വിട്ടുകൊടുക്കാനോ പറ്റാത്ത രീതിയിൽ മനസ്സ് മുറിഞ്ഞു പോയവരുണ്ട്. പ്രതികാര ചിന്തയും വെറുപ്പും മനസ്സിൽ നിരന്തരം കൊണ്ടു നടക്കാൻ തക്ക വിധത്തിൽ മുറിവേറ്റവരുണ്ട്. ഈശോയെ, ഈ മുറിവുകൾക്കൊക്കെ ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് അങ്ങ് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ സുഖപ്പെടുത്തുന്ന കർത്താവാണല്ലോ. മരുന്നോ ലേപനൌഷധമോ അല്ല, നിന്റെ വചനം, നിന്റെ സാന്നിധ്യമാണല്ലോ ഞങ്ങളെ സുഖപ്പെടുത്തുന്നത്. ആ ഒരു ആഗ്രഹവും കൂടി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കരങ്ങൾ തുറന്ന് യാചനാപൂർവ്വം പിടിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ മുറിവേറ്റ് കഴിയുന്നവരുണ്ടാകാം, സൗഖ്യം ആവശ്യമുള്ളവരുണ്ടാകാം, മക്കളാകാം, ജീവിത പങ്കാളിയാകാം, കുടുംബാംഗങ്ങൾ ആരുമാകട്ടെ, അവരെ കൂടി ആത്മന ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് നിങ്ങൾ ചേർത്ത് വയ്ക്കുക. കർത്താവ്, ഈ ആശീർവാദം സ്വീകരിക്കുന്ന മക്കളെ ഇവരാരെയൊക്കെ ആത്മന കരങ്ങളിൽ ഉയർത്തി നിന്റെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നുണ്ടോ അവരുടെ മേലെല്ലാം നിന്റെ സുഖപ്പെടുത്തുന്ന കരം ഇപ്പോൾ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിൻ്റെ സൗഖ്യം, ആത്മാവിൻ്റെ സൗഖ്യം, അത് ശരീരത്തിൻ്റെ സൗഖ്യമായിട്ട് ഇപ്പോൾ മാറണം. വലിയ വിടുതലുകൾ ഇവരുടെ ശരീരത്തിൽ സംഭവിക്കണം. മാറാ രോഗങ്ങളുടെ മേൽ ദൈവാത്മാവിൻ്റെ അഭിഷേകം ശക്തി വ്യാപരിക്കണം. ഈ ഒരു ദാഹവും പ്രാർത്ഥനയും ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഈശോ ആരാധന. ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.